1650 റേഞ്ചിൽ സെമി സിൽക്കിൽ വരുന്ന സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിൽ നല്ലൊരു ബ്രാസോ പ്രിൻ്റ് ആണ് വന്നേക്കുന്നത്. 4 കളേഴ്സിലായിട്ടോ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വരുമ്പോൾ നല്ലൊരു ഡാർക്ക് വൈൻ ടോൺ വരും. പിന്നെ വരുമ്പോഴത്തേക്ക് നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, ഡാർക്ക് മെറൂൺ കളർ വരുന്നുണ്ട്, പിന്നെ വന്നേക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ടോൺ ആണ്. ഫസ്റ്റ് പാറ്റേൺ നമുക്ക് വരുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്, സിൽക്ക് ഫാബ്രിക് ആണ്. സെമി ഫാബ്രിക്കിൽ നമുക്ക് യോക്ക് പോർഷനിലേക്ക് സെപ്പറേറ്റ് ഒരു ഫാബ്രിക് കൊടുത്തിട്ട് അതിൽ ബ്രാസോ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ എംബോസ് ചെയ്ത് നിൽക്കും നമുക്ക് ഈ ഒരു പ്രിൻറ്റ്. എൻ്റെ സൈഡിൽ ക്രോഷ്യയുടെ ആ ഒരു ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ക്രോഷ്യ ലേസ് നമുക്ക് കുറച്ചും കൂടെ ലൈറ്റർ ടോണിലേക്കാണ് വന്നേക്കുന്നത്. ബോട്ടം വരുമ്പോഴത്തേക്ക് സാറ്റൻ സിൽക്കിൻ്റെ ബോട്ടവും, ദുപ്പട്ട നമുക്ക് സെയിം ഓർഗൻസയിൽ തന്നെ, ഈ ഓർഗൻസ ഫാബ്രിക് തന്നെയാട്ടോ നമ്മൾ യോക്കിലേക്കും കൊടുത്തേക്കുന്നത്. ഓർഗൻസ ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ പ്രിൻ്റാണ് വരുന്നത്. ഗ്രീനും പിങ്കും പീച്ചൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രിൻറ്റ് വന്നേക്കുന്നത്. ക്രോഷ്യയുടെ ലേസ് നമുക്ക് 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കളക്ഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപോകാം. നെക്സ്റ്റ് കളർ നമുക്ക് നേവി ബ്ലൂ ടോണിലാണ് വന്നേക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ച ഒരു സെയിം പാറ്റേൺ തന്നെയാണ്, ഫുൾ പ്രിൻ്റ് ആയിട്ട് വന്നിട്ട് പ്ലെയിൻ ടോപ്പിൻ്റെ എൻഡിൽ ദാമൻ പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ക്രോഷ്യയുടെ ലേസ് കൊടുത്ത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ബോർഡർ പോലെ എൻഡിലും വരുന്നുണ്ട്. ഇതിനും സെയിം ആ പ്രിൻറ്റ് തന്നെയാണ് വന്നേക്കുന്നത്. സാറ്റൻ സിൽക്കിൻ്റെ ബോട്ടം തന്നെയാണ് പെയർ ചെയ്തേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ബ്രാസോ പ്രിൻ്റ് ആണ് ദുപ്പട്ട വരുന്നത്. ഫുള്ളായിട്ടും ഇങ്ങനെ നല്ല എംബോസ് ചെയ്ത പ്രിൻ്റ് ആണ് വന്നേക്കുന്നത്. നല്ല നേവി ബ്ലൂ ടോണിലാണ് നമുക്ക് ഈ ഒരു സൽവാർ സെറ്റ് വരുന്നത്. നല്ലൊരു ഡാർക്ക് മെറൂൺ ടോണിലാണ് സെയിം പാറ്റേൺ ഇതിൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്.